ജാതി, നിറം, മാത്രമല്ല അമ്മയുടെ അസുഖം, അച്ഛൻ്റെ ജോലി, പെയിൻറ് തൊഴിലാളിയാണ് അച്ഛൻ. അപ്പം അതൊക്കെ വലിയൊരു വിഷയമാണ്. അവരെ തിരിച്ച് ഒന്നുകിൽ ഡ്രോപ്പ് ഔട്ട്സ് ആയി അവർ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പണികൾക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇതുപോലെ മൃതശരീരങ്ങളായി വീട്ടിലേക്ക് വരുന്നു. ഇതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആകെ പ്രതീക്ഷ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു, അവരുടെ ജീവിതം ഇരുട്ടിലാവുന്നു എന്ന് തോന്നുമ്പോൾ അവർ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നു. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കുന്നു, പക്ഷേ ഈ സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കരുതലോ എതിർപ്പുകളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രണോയുടെ ആത്മഹത്യ നടക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ആ കൊലപാതകം ഉണ്ടാവില്ലായിരുന്നു വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് കഴിഞ്ഞ ദിവസം കോളേജിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ കോളേജിനകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. മരണത്തിന് കാരണമായത് ജാതിയുടെ പേരിലുള്ള പീഡനങ്ങളും വിവേചനങ്ങളും ആക്ഷേപങ്ങളുമെല്ലാമാണ് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. കേരളത്തിൽ ഇതാദ്യത്തെ അനുഭവമല്ല. കേരളം പുരോഗമനപരമായൊരു സംസ്ഥാനമാണ്, ജാതിരഹിതമാണെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ക്യാമ്പസുകളിൽ ഇപ്പോഴും ജാതിക്കൊലകൾ, വ്യവസ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് വിളിക്കാവുന്ന സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഹിത് വെമുല മരിച്ചപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന നാടാണ് കേരളം. പക്ഷേ കേരളത്തിലെ ക്യാമ്പസുകളിൽ ജാതി വിവേചനങ്ങളും മറ്റു തരത്തിലുള്ള പീഡനങ്ങളും ഇപ്പോഴും തുടരുന്നുവെന്നാണ് രജനീസ് ആനന്ദ് മുതൽ ഇപ്പോൾ നിതിൻ രാജ് വരെയുള്ള മരണം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി OP രവീന്ദ്രനുണ്ട്. അദ്ദേഹം ദീർഘകാലമായി സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമെല്ലാമാണ്. പലതരത്തിലുള്ള ഇത്തരം സംഭവങ്ങളിൽ സമരങ്ങളിൽ നയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് OP രവീന്ദ്രൻ. ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നിതിൻ രാജിൻ്റെ മരണം ഇന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു രവീന്ദ്രനൊക്കെ ഇത്തരം പല സംഭവങ്ങളിലും പല മരണങ്ങളിലും ഇടപെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് നടന്ന രജനീസ് ആനന്ദിൻ്റെ മരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതുമുതൽ രോഹിത് വെമുലയുടെ മരണം രാജ്യത്തെ വലിയ തോതിൽ ഒരു ചർച്ചയായി മാറുകയും പ്രക്ഷോഭങ്ങൾ നടക്കുകയൊക്കെ ചെയ്തൊരു സമരമാണ്. ദലിത് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും പൊതുവിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ പറയാറുള്ളൊരു കാര്യം, കേരളം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്, കേരളത്തിലെ ക്യാമ്പസുകളിൽ ജാതിയോ ജാതി വിവേചനങ്ങളോ നിലനിൽക്കുന്നില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ സംഭവം കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ജാതിയുടെ പേരിലുള്ള അധിക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണെന്ന് തോന്നുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് വിളിക്കാവുന്ന സംഭവമാണോ ഉണ്ടായിരിക്കുന്നതാണ്? തീർച്ചയായിട്ടും ഇതൊരു സ്ഥാപനവൽകൃതമായ കൊല തന്നെയാണ്. കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ നിതിൻ രാജിൻ്റെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ആ സ്റ്റാഫ് റൂം എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, വിദ്യാർത്ഥികളെ. ഇപ്പം അധ്യാപകരോട് അധ്യാപകരുടെ നിലപാടുകൾക്കെതിരെ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുമ്പോൾ അവർ പ്രതിരോധിക്കും വിദ്യാർത്ഥികൾ, സ്വാഭാവികം. അങ്ങനെയുള്ള ആൾക്കാരെ ഈ സ്റ്റാഫ് റൂമിൽ കൊണ്ടിരുത്തിയാണ് മാസ് ഇൻസൾട്ട് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വോയിസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇൻസിഡൻസ്, അതിൽ ജാതി, നിറം, മാത്രമല്ല അമ്മയുടെ അസുഖം, അച്ഛൻ്റെ ജോലി, പെയിൻറ് തൊഴിലാളിയാണ് അച്ഛൻ. അപ്പം അതൊക്കെ വലിയൊരു വിഷയമാണ്. ഇപ്പം ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം അവരുടെ സോഷ്യൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് അധിക്ഷേപിക്കാനുള്ള വലിയൊരു ഒരു കാര്യമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പം ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിനകത്ത്. ഇതുപോലെ വിദ്യാർത്ഥികൾ അനുഭവിച്ച വിഷയങ്ങൾ ഒടുവിൽ മരണത്തിലാണ് ചെന്ന് കലാശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലുള്ളൊരു ഇരയാണ് യഥാർത്ഥത്തിൽ നിതിൻ രാജ് എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം 2017 ഒരു പഠനം പുറത്ത് വന്നിട്ടുള്ളത്. അതായത്
തിരുവനന്തപുരത്തുള്ളൊരു ഒരു അർദ്ധ സർക്കാർ സ്ഥാപനം, അവരുടെ ഒരു സ്റ്റഡി വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പിന്നെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ദളിത് വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കുന്നു. അവർ പഠനം ഉപേക്ഷിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ 4.4% വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികളുടെ 4.4% ജാതി അടക്കമുള്ള വിവേചനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നു. നിതിൻ രാജും പഠനം ഉപേക്ഷിക്കുന്ന കാര്യം ആലോചിച്ചിരുന്നു എന്നാണ്. അതെ 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 അതെ. അപ്പം ആ രീതിയിലുള്ള, പക്ഷേ അത്തരം പഠനങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരു നയരൂപീകരണത്തിനകത്തേക്ക് വരുന്നില്ല. അപ്പം ആൾക്കാരുടെ വിദ്യാർത്ഥികളുടെ മരണത്തിലൂടെയാണ് ഇത് തുടർന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം സ്റ്റേറ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നില്ല, ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അതിൻ്റെ രാഷ്ട്രീയമായ വശം എന്താണെന്ന് വെച്ചാൽ കേരളത്തിനകത്ത് ജാതിയില്ല, ജാതി വിവേചനമില്ല, ക്യാമ്പസുകളൊക്കെ വളരെ സ്വപ്നസുന്ദരമായ ക്യാമ്പസുകളാണ് എന്നാണ് ഇപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ക്യാമ്പസുകളിലൊക്കെ ഈ വിഷയം ആ രീതിയിൽ സ്വപ്നസുന്ദരമായ ഒരു ക്യാമ്പസാണ് സ്ഥാപിച്ചെടുക്കുന്നതിൽ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ എന്നും പിന്നെ പ്രതിപക്ഷത്താണ്, അല്ലെങ്കിൽ അവരാണ് ഇതിൻ്റെ കുറ്റകരമായ ഒരു പ്രചരണമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം രജനി എസ് ആനന്ദിൻ്റെ മരണം ഉണ്ടാവുന്നു. അത് വളരെ കൃത്യമായിട്ടും രജനി എസ് ആനന്ദ് പിന്നെ അവർക്ക് കൃത്യമായിട്ട് ഹോസ്റ്റലുകളിലൊന്നും തന്നെ പിന്നെ കൃത്യമായിട്ട് പൈസ കൊടുക്കാൻ കഴിയുന്നില്ല, അവരുടെ ഗ്രാൻറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ക്രൈസിസ് ആരംഭിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹോസ്റ്റലിൽ പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വലിയ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നു. പേഴ്സണലായിട്ട് അവർ അത് പിന്നെ സഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർ ആ സ്ഥാപനത്തിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് പിന്നെ പിന്നെ ഡയറക്ടറേറ്റിൽ പോകുന്നത്. പക്ഷെ അവർക്ക് TC കൊടുക്കാൻ തയ്യാറാവുന്നില്ല, അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ തൻ്റെ വിദ്യാഭ്യാസ ജീവിതം അവസാനിക്കുന്നു എന്ന് തോന്നുന്നിടത്തു നിന്നാണ് രജനി എസ് ആനന്ദ് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം അതും ഇതൊരു വലിയ പ്രതീക്ഷകളുമായിട്ടാണല്ലോ ഈ വിദ്യാർത്ഥികൾ വരുന്നവരുടെ. ഇപ്പം നിതിൻ രാജിൻ്റെ കാര്യം ആലോചിച്ചാൽ അച്ഛൻ കൂലിപ്പണി എടുക്കുന്നു, പെയിൻറ്റിങ് തൊഴിൽ ചെയ്യുന്നു, അമ്മ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നു. ഇവരുടെ കുടുംബത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളുമായിട്ടാണ് ഇവിടെ എത്തുന്നത്. അവരുടെ പഠനം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണെന്നുള്ളതാണ് ആലോചിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പം ഈ വിദ്യാർത്ഥികളുടെ ഇപ്പം നിതിൻ രാജിൻ്റെ തന്നെ അച്ഛൻ്റെ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ, അവൻ ജോലി എടുത്ത് എന്നെ നോക്കും, അവന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നാണ്. അപ്പം ഈ ഒരു വാടകയ്ക്കാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ ഈ മകൻ മാത്രമാണ്. അവൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവൻ ഒരു ജോലി നേടിയിട്ട് അവൻ്റെ ഫാമിലിയെ സംരക്ഷിക്കുന്നതായിട്ടാണ് അവൻ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അവനറിയാം ഒരു ലോട്ടറി അടിക്കില്ല, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും വലിയൊരു നിധി കിട്ടില്ല എന്നറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വാടക വീട്ടിൽ താമസിക്കുന്ന ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിൽക്കാൻ ഭൂമിയില്ല. അവർക്ക് വിദ്യാഭ്യാസം മാത്രമാണ് ആകെയുള്ള ഒരു വിമോചനം എന്ന് പറയുന്നൊരു കാര്യം. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് പിന്നെ അവർ സംരക്ഷിക്കപ്പെട്ടില്ല, അവർക്ക് രാഷ്ട്രീയമായി നാളെ പിന്നെ ഒരു നല്ലൊരു വീടോ ഒരു ജോലിയോ കിട്ടിക്കൊള്ളുന്നില്ല അവരുടെ ഫാമിലിക്ക്. അപ്പോൾ അവിടെ ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവൻ്റെ വിദ്യാഭ്യാസം, ഈ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ജോലി നേടുക എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ്. അപ്പോൾ കേരളത്തിലെ ഇപ്പോൾ ഈ രജനീസാനന്ദിൻ്റെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. നമുക്കറിയാം ഈ പിന്നെ കോവിഡ് അനന്തരം പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പിന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം കൊണ്ടുവന്നപ്പോൾ പെട്ടെന്നായിരുന്നു, ഒരു ജമ്പിങ് ആയിരുന്നു. ആവശ്യമായ പഠനങ്ങളൊന്നും നടത്തിയില്ല. ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത 20% വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട് എന്ന് അധ്യാപകരുടെ നോട്ടൊക്കെ സർക്കാരിൻ്റെ അടുത്തുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടുത്ത് ഉള്ള സമയത്താണ് പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യുന്നു, ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിക്കുന്നു. ആദ്യമായിട്ട് പരപ്പനങ്ങാടിയിലുള്ള ഒരു പെൺകുട്ടി, മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിയിലുള്ള ഒരു ലക്ഷം വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി, ദേവിക എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി. അപ്പോൾ അവൾക്ക് ഈ ആക്സസ് ഇല്ല. അപ്പം എല്ലാവർക്കും പഠിക്കാനുള്ള മൊബൈൽ കിട്ടുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അവർ 1 വർഷത്തോളം വിദ്യാഭ്യാസം പൂട്ടിയിട്ടിരിക്കുകയാണ് സ്ഥാപനങ്ങൾ. അവൾ നോക്കുമ്പോൾ പഠിക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുന്നു, അവരുടെ സാധ്യതയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആകെ പ്രതീക്ഷ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു, അവരുടെ ജീവിതം ഇരുട്ടിലാവുന്നു എന്ന് തോന്നുമ്പോൾ അവർ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നു. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടല്ല, മറിച്ച് അവരങ്ങനെ ഒരു സമ്മർദ്ദത്തിലാവുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു
പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയുണ്ടോ കിട്ടുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷെ പഠനം എന്ന് പറയുന്നത് അവരുടെ വിമോചനത്തിനുള്ള ഒരേ ഒരു ആശ്രയം മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ രീതിയിൽ വലിയ സംഭവം. അല്ലെങ്കിൽ ഒരുപക്ഷെ നിതിൻ രാജിനെ പോലുള്ള ആൾക്കാർ നേരത്തെ വിദ്യാഭ്യാസം വിട്ടെറിഞ്ഞ് പോന്നേനെ. അങ്ങനെ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ട് ധാരാളം ഉണ്ട് ഇപ്പം തന്നെ സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ടാണ് അവർ പിടിച്ചത്. അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ എന്ത് സഹിച്ചും അവരെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു വലിയൊരു ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ ഇത്തരം സ്ഥാപനങ്ങളിൽ നിലനിൽക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ, ഇപ്പോൾ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഈ മരണം സംഭവിച്ചിട്ട് അധ്യാപകരോ വിദ്യാർത്ഥികളോ ഈ മൃതദേഹം വീട്ടിലെത്തിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. ആരും അവിടെ ഇവരെ കൊണ്ട് ആക്കാനായിട്ട്, സാധാരണ നിലയ്ക്ക് ഒരു ക്യാമ്പസിൽ ഒരു മരണം നടന്നാൽ അവരുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ അധ്യാപകർ അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്, അതുപോലും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് നടക്കുന്നത് അവിടെ വലിയ പ്രതിഷേധം ആ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ജാതി പീഡനത്തിൻ്റെ വിഷയങ്ങൾ മാത്രമല്ല, വലിയ തോതിലുള്ള മർദ്ദനങ്ങളും അധിക്ഷേപങ്ങളുമൊക്കെ ഇത്രയും കാലം ഈ ക്യാമ്പസിൽ നടന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥി സംഘടനകൾ വളരെ ശക്തമായൊരു സ്ഥലമാണ്. അഞ്ചരക്കണ്ടി കണ്ണൂർ ജില്ലയിലാണെന്ന് ആലോചിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടന്നിട്ട് 2 അധ്യാപകരാണ് ഈ കേസിൽ പ്രതികളായി വന്നിരിക്കുന്നത്. ജാതീയമായ അധിക്ഷേപം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടൊരു പ്രതിഷേധം ഈ ക്യാമ്പസിൽ അകത്തുനിന്നോ പുറത്തുനിന്നോ ഇതുവരെ ഉണ്ടായില്ല? ഈ മരണം സംഭവിക്കുന്നവരെ എന്തുകൊണ്ട് ഈ പ്രതിഷേധം ഉണ്ടായില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് വലിയൊരു ആശ്ചര്യമാണ്. കാരണം വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം എയ്ഡഡ് സ്ഥാപനമായിക്കോട്ടെ, സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് നേരെ ഘടകവിരുദ്ധമായി ഇപ്പം പ്രണോയുടെ മരണം എന്ന് പറയുന്നത് അവിടെ ഇടിമുറികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം കേരളം ഇടിമുറികൾ, രാഷ്ട്രീയ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളുടെ ഇടിമുറികളെ കുറിച്ച് കേരളം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ എയ്ഡഡ് ഈ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിൽ ഇടിമുറികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രണോയുടെ മരണത്തിന് ശേഷമാണ് വലിയ ചർച്ച ചെയ്തത്. അപ്പം സിദ്ധാർത്ഥൻ്റെ മരണം, അതെ, സിദ്ധാർത്ഥൻ്റെ മരണം യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ് വളരെ കൃത്യമായിട്ട് അതിന് പിന്നെ കാരണമായിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് ആ മുഴുവൻ മരണത്തിലേക്ക് തള്ളിവിടുന്നത്. ഇപ്പോൾ കൊന്ന് കെട്ടിത്തൂക്കിയാണോ എന്ന് വരെ സംശയത്തിന് ഇടയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ആ രീതിയിൽ വിദ്യാർത്ഥി സംഘടനകൾ ഒരേ സമയത്ത് ശക്തമാണെങ്കിലും ഇതിന് നേരെ ഘടകവിരുദ്ധമായി ഇത്തരം സ്ഥാപനങ്ങൾ വിദ്യാർത്ഥി സംഘടനകളെപ്പോലും കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് വേണം സംശയിക്കാൻ. അതല്ലെങ്കിൽ ഇത്തരം പ്രണോയുടെ വിഷയം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ ആ കാലത്ത് ഒന്നും നിശബ്ദരായിരുന്നത്? അതാണ് പ്രധാനപ്പെട്ടൊരു പോയിന്റ്. അപ്പോൾ ഇവിടെയും ഇതേ വിഷയം തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒന്നുകിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു, അതല്ലെങ്കിൽ അവിടെയുള്ള അത്തരം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥി സംഘടനകൾ മാനേജ്മെൻറ്റുകളായോ അല്ലെങ്കിൽ അധ്യാപകരുമായി, ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്ന അധ്യാപകരുമായോ ഇടയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരും ഭയപ്പെടുന്നു. കാരണം ഈ പ്രൊഫഷണൽ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയൊരു സന്ധിയുണ്ട്. കാരണം എന്താ വെച്ചാൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇൻറ്റേർണൽ മാർക്ക്, അതുപോലുള്ള പ്രാക്ടിക്കൽ, അത്തരം കുറേ നൂലാമാലകളുണ്ട്. വിദ്യാർത്ഥികളെ ഏതൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ചില സ്ട്രക്ചറുകളുണ്ട്. അപ്പം ചിലപ്പോൾ അത്തരം സാധ്യതകൾ ഉപയോഗിച്ച് തന്നെയായിരിക്കാം ഇവരെ സൈലൻസ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാവുന്നത്. അതല്ലെങ്കിൽ ഇത്ര ഇതിലേക്കൊരു ഈ പറയുന്ന നിതിൻ രാജ് തന്നെ വളരെ ബോൾഡായിട്ട് നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നതിൻ്റെ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയി നിന്നിട്ട് പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഭീഷണി കൊണ്ടാണ് നേരിടുന്നത്. അതാണ് പ്രധാനം. ഇന്റേൺഷിപ്പ് കുറച്ചു മാത്രമല്ല, നീ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയാൽ നിൻ്റെ ഈ ഗേറ്റ് വിട്ട് പോവില്ല എന്നൊക്കെയാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മാനേജ്മെൻറ്റുകളോ അല്ലെങ്കിൽ അധ്യാപകരോ ഉണ്ടാവുന്നു എന്നുള്ളത് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പറയുന്ന മൂന്നാം പുറ പ്രയോഗിക്കാനുള്ള സ്ഥാപനങ്ങളാണോ? അതിന് വിദ്യാഭ്യാസ വകുപ്പ് അത്തരം വിഷയങ്ങളെക്കുറിച്ചൊരു ക്ലീൻ ചിട്ട് പുറത്തിറക്കണം. എന്താണ് ഇവിടെ നടക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ? ഈ പറയുന്ന ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ഈ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ കൊണ്ടുവന്നതെന്നുള്ള ഒരു തർക്കം ഇന്നും നടക്കുകയാണ്. പക്ഷേ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ വളരെ ഗൗരവമായിട്ടും വളരെ കൃത്യമായിട്ടും ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ആദ്യത്തെ
മരണം ഇപ്പോൾ രജനി സാനന്ദിൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം ഖാലിദ് കമ്മീഷൻ റിപ്പോർട്ട്, ഖാലിദ് കമ്മീഷൻ, ജസ്റ്റിസ് ഖാലിദിന് ഒരു കമ്മീഷൻ ഉണ്ടാവുന്നു. ആ കമ്മീഷനിലൊക്കെ സിറ്റിങ്ങിലൊക്കെ ഞങ്ങളൊക്കെ പോയിട്ട് മൊഴി കൊടുത്തിട്ടില്ല. ഏതാണ്ട് 1.5 വർഷത്തോളം നീണ്ട സിറ്റിംഗ് ആയിരുന്നത്. അതിൻ്റെ ശേഷം വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടും ഗവൺമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ അംഗീകരിക്കാനോ ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇതുവരെ ഗവൺമെൻറ് ചർച്ച ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ആ റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ പ്രണോയിയുടെ ആത്മഹത്യ നടക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ആ കൊലപാതകം ഉണ്ടാവില്ലായിരുന്നു വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ നിശബ്ദത, അല്ലെങ്കിൽ വളരെ ഇവർക്ക് വലിയൊരു സപ്പോർട്ട് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഇത്തരം സ്ഥാപനങ്ങൾക്ക്. അതല്ലെങ്കിൽ ഗവൺമെൻറ് ഇത്തരം മേഖല ഇപ്പം ഈ വിഷയത്തിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന എന്താണ്, പോലീസ് പറഞ്ഞിരിക്കുന്നു വേറൊരു സംഭവമാണ് എടുത്തത്, ലോൺ ആപ്പ് പേരിൽ ഭീഷണി ഉണ്ടായിരുന്നു. അതെ, അത് ഈ വിഷയത്തിന് മൊത്തം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. എനിക്കൊന്നും അത് മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള പോലീസിൻ്റെ ഇടപെടലാണ്. അപ്പം ഇത്തരം വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ ഗൗരവമായിട്ട് കാണുകയും അതിനെ വളരെ സൂക്ഷ്മമായിട്ട് ജനാധിപത്യപരമായിട്ടും കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല എന്നാണ് ഇതിൻ്റെ സൂചന. പോലീസിനെ ഉപയോഗിച്ച് അതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ളൊരു ശ്രമമാണ് ഇപ്പം നടന്നു വരുന്നത്. വേറൊരു കേസ് കൂടെ എന്തോ പറയുന്നുണ്ടായിരുന്നു, ഈ നിതിൻ രാജിനെതിരെയുള്ള ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് കാര്യമായ കംപ്ലൈൻറ്റ് അല്ലാത്തതുകൊണ്ട് ഒഴിവാക്കി വിട്ടു എന്ന് പോലീസ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി വിട്ടു എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ സംഭവത്തെ മീഡിയയ്ക്ക് ചില സംഗതികൾ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ജാതി വിവേചനം, പീഡനം എന്നുള്ള വിഷയവും അതുപോലെ തന്നെ ക്രൂരമായി ഈ അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുള്ള വിഷയമൊക്കെ ഒഴിവാക്കി വിടുന്ന തരത്തിൽ വേറൊരു തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ് ഇതെല്ലാം സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പം ഈ അധ്യാപകൻ്റെ പേരിലുണ്ടായിരിക്കുന്ന 2 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. അതിൽ ഒന്ന് അട്രോസിറ്റീസ് ആക്ട്, SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ചുള്ള കേസ് കൂടി നിലവിലുണ്ട്. അതിൽ അന്വേഷണം നടക്കുക ഒരു പ്രതിസ്ഥാനത്തുമാണ്, 2 പേരും പ്രതിസ്ഥാനത്തുമാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് പോലീസിൻ്റെ ഈ ഒരു മറ്റൊരു കഥ വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമായി അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം സംഭവങ്ങളല്ല, അത് ഈ പ്രബലരായ ആളുകൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ, ഇപ്പോൾ കോളേജ് അധ്യാപകർ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇത്തരം അധ്യാപകരെ വെച്ച് പൊറുപ്പിക്കുന്ന മാനേജ്മെൻറ്റ് കൂടി ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരേണ്ടതാണ് യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും. ഇപ്പം ഇത്തരം വിഷയം ഉണ്ടാവുമ്പോൾ അധ്യാപകർ ശിക്ഷിക്കപ്പെട്ട ഒരു ചരിത്രം കേരളത്തിനകത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അധ്യാപകരോ മാനേജ്മെൻറ്റുകളോ അതിപ്പം പ്രണോയിയുടെ മരണത്തിന് ശേഷം എന്തുണ്ടായി എന്നുള്ളത് കേരളത്തിന് ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ? ഇല്ല. അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇപ്പം ഇത്തരം വിഷയമുണ്ട്. ഇപ്പോൾ അന്ന് തന്നെ പ്രണോയിയുടെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സമരം നടത്തുന്നതൊക്കെ വലിയ ചർച്ചയായിട്ട് വന്നിട്ടുള്ളതാണ്. അവരുടെ സമരം പോലീസ് അവരെ ട്രീറ്റ് ചെയ്ത് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു അമ്മയ്ക്ക് മകൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇത് മാത്രമല്ല, എന്നിട്ട് അവർ തന്നെ സമരരംഗത്ത് ഇറങ്ങേണ്ടി വരിക. ഇപ്പോൾ സ്റ്റേറ്റ് ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ നിഷ്ക്രിയമായി നിൽക്കുമെന്നുള്ള ഇതാണ് ഇത്തരം സ്ഥാപനങ്ങൾക്കും ഇത്തരം അധ്യാപകർക്കും വളം വെച്ച് കൊടുക്കുന്നത്. ഞാൻ വെറുതെ ഇപ്പം ബസ്സിൽ വരുമ്പോൾ ആലോചിക്കുകയാണ്, ഇപ്പോൾ ഒരു 20 വർഷം മുമ്പേ ആൾക്കാർ ബസ്സിൽ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു. സിഗരറ്റ് വലിക്കരുത്, കയ്യും കാലും പുറത്തിടരുത് എന്നൊക്കെയുള്ള സാധനം എഴുതി വെച്ചിട്ടുണ്ടാകും, ആൾക്കാർ വലിക്കും. പക്ഷേ ഇന്ന് അത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല, സിഗരറ്റ് വലിക്കുന്ന കാര്യം ബസ്സിലിരുന്ന്. അപ്പം ഇതുപോലുള്ള വളരെ ശക്തമായിട്ടുള്ള നിയമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങളിൽ ഇത്തരം സ്ഥാനങ്ങൾ ഇല്ലാതെയാക്കാൻ പറ്റും. സമൂഹത്തിൽ ജാതി ഉള്ളിടത്തോളം കാലം ജാതി പീഡനവും ജാതീയമായ വിവേചനവും ഉണ്ടാവും എന്നുള്ള കാര്യം സോഷ്യോളജിക്കലി നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനങ്ങൾ അവിടെ അധ്യാപകരായിക്കോട്ടെ, മാനേജ്മെൻറ്റുകളായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, അവിടെ ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ ലിംഗപരമായിട്ടുള്ള ഒക്കെയുള്ള വിവേചനം ഒഴിവാക്കണം. അതിന് വളരെ കർശനമായിട്ടുള്ളൊരു നിയമവ്യവസ്ഥ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സാധനങ്ങൾ നിർത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ നിന്നും തന്നെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇപ്പോൾ ദളിത് ആദിവാസി വിഭാഗങ്ങളാണ് ഈ ഇത്തരം വിവേചനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവരെ കാര്യത്തിൽ ഈ സർക്കാർ എന്ത് നിലപാട്, ആ ഒരു നെഗ്ലിജൻസ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ മൂലകാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു ജാതി വിവേചനമാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ്. കാരണം ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
കേരളത്തിലെ സർവകലാശാലകൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ 4.4% ഡ്രോപ്പ് ഔട്ട് എന്ന വിദ്യാർത്ഥികളുടെ 4.4% ഈ ജാതി വിവേചനങ്ങൾ കൊണ്ടാണ് പുറത്താവുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്ത് നയപരമായിട്ടുള്ളൊരു ഒരു 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 ഇംപ്ലിക്കേഷനാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതേസമയത്ത് മോണിറ്ററിംഗ് സംവിധാനവുമില്ല ഈ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ. നമ്മൾ ഈ സംഭവം പുറത്തു വരുന്നവരെ നമുക്കറിയില്ല. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോഴാണ് തുറന്നു പറയുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഇത് ഒരു പരാതിയായി എത്താനോ അല്ലെങ്കിൽ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനോ ഒരു സംവിധാനവും നമ്മുടെ ക്യാമ്പസുകളിൽ ഇല്ല. അങ്ങനെ സംവിധാനം ഉണ്ടെങ്കിലും ഇപ്പോൾ പല സ്ഥാനങ്ങളിലും ഇപ്പം സ്ഥാപനങ്ങളുണ്ട്. അപ്പം ഉണ്ടെങ്കിലും അവിടെ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം ഉണ്ടാവില്ല. ഇതാണ് ഒരു വിഷയം. അപ്പം അങ്ങനെ അതിനിപ്പം വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം പിന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രാതിനിധ്യം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഡെമോക്രാറ്റിക്കായൊരു സെറ്റപ്പായി മാറുള്ളൂ. അതല്ലാത്തടത്തോളം കാലം അധ്യാപകരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ കാലടി യൂണിവേഴ്സിറ്റിയിൽ ഒരു MPhil പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ വലിയൊരു രീതിയിൽ പണ്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. ഒരു വിദ്യാർത്ഥി സംഭരണ റൊട്ടേഷനൊക്കെ മറികടന്നുകൊണ്ട് നേരത്തെ അപേക്ഷിച്ചിട്ടൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയെ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു. അന്ന് ദിനൂനെ പോലുള്ള ആൾക്കാർ അവിടെ ഒരു മോണിറ്ററിങ് സെല്ലുണ്ട്. ആ സെല്ലിനകത്ത് പരാതി കൊടുത്തു. എന്നിട്ട് ആ പരാതിയെ പോലും അന്നത്തെ VC അതിനെ മുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ എന്ത് ചെയ്തു, അവർ പ്രവേശനം കിട്ടി. അതിനിടയിലാണ് പിന്നെ വേറൊരു വിഷയമൊക്കെ ഉണ്ടായിട്ട് ഇത് പുറത്തു വരുന്നത്. അപ്പം ഇത്തരം മോണിറ്ററിങ് സംവിധാനം ഉണ്ടായാൽ മാത്രം പോരാ, അതിനകത്ത് അത് ജനാധിപത്യപരമായിട്ട് വർക്ക് ചെയ്യുന്നൊരു സംവിധാനം കൂടി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ബേസിക്കലായിട്ട് ഇത്ര സംവിധാനം ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഒരുപാടുമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനെ മോണിറ്റർ ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ അത് നടക്കൂ. കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ രോഹിത് വെമുല മരിച്ച സമയത്ത് വലിയൊരു വിദ്യാർത്ഥികളുടെയും ദലിത് മൂവ്മെൻറ്റുകളുടെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അന്ന് ഉയർന്നൊരു ആവശ്യമാണ് രോഹിത് വെമുല ആക്ട് നടപ്പാക്കണം എന്നുള്ള കാര്യം. അത് BJP ഗവൺമെൻറ് അതൊരു തരത്തിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല. ചില സംസ്ഥാനങ്ങളിൽ രോഹിത് വെമുല, ഇപ്പോൾ കർണാടകത്തിൽ രോഹിത് വെമുല ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഉള്ള ഗവൺമെൻറ് അത്തരത്തിലുള്ള ഒരു ആലോചന നടത്തുകയുണ്ടായില്ല. മാത്രമല്ല ദലിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രാൻഡ് പോലുള്ള കാര്യങ്ങൾ പലപ്പോഴും ലഭിക്കാതെ പോകുന്ന വിഷയം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ അവർ ഈ ഡ്രോപ്പ് ഔട്ട്സിനെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പം ഗ്രാൻഡ് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പഠനത്തിൽ തന്നെ വിദ്യാഭ്യാസം ഒഴിവാക്കുന്നതിൽ, കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നതിൽ 42% വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, സാമ്പത്തിക പരാധീനത കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പം 20% വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നതിന് കാരണം ഫാമിലി സപ്പോർട്ടില്ല എന്ന് പറഞ്ഞാലും സാമ്പത്തികമായ ഇല്ലാത്ത എന്നാണ് അതിൻ്റെ സൂചന. അപ്പം ഈ 60% വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഫിനാൻഷ്യൽ ഇതാണെന്നുള്ള സർക്കാരിൻ്റെ ഇത് വളരെ കൃത്യമായിട്ടുണ്ട്. എന്നിട്ട് ഈ വിദ്യാർത്ഥികൾക്കാണ് ഗ്രാൻഡ് 1 വർഷവും 2 വർഷവും വഹിച്ചതെന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ 138 കോടി രൂപ 2025 ജനുവരി 31 വരെ 138 കോടി രൂപ പിന്നെ അരിയറ കൊടുക്കാനുണ്ടെന്നാണ് മന്ത്രി രാധാകൃഷ്ണൻ അന്ന് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അതേ സമയത്ത് ഫണ്ടുണ്ട്. ഇപ്പം പ്ലാൻ ഫണ്ട് തന്നെ ബജറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്ലാൻ ഫണ്ട് ഉണ്ട്. പക്ഷെ ആ പ്ലാൻ ഫണ്ട് വളരെ കൃത്യമായിട്ട് റിലീസ് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാവുന്നില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഞാൻ മനസ്സിലാക്കിയപ്പോൾ 20 വർഷം മുമ്പ് ആണ് ഞങ്ങളൊക്കെ ഫെലോഷിപ്പിന് വേണ്ടി ആദ്യമായിട്ട് സമരം ചെയ്തത്. 2002 ഞാൻ നിരാഹാര സമരം നടത്തുന്നത് ആദ്യമായിട്ട് തിരുവനന്തപുരം നന്ദാപുരത്തുള്ള സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ, ഡയറക്ടറേറ്റിൻ്റെ മുമ്പിൽ, FC ഡയറക്ടറേറ്റിൻ്റെ മുമ്പ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് 2500 രൂപ, 4000 അന്ന് UGC ഫെലോഷിപ്പ് 5000 രൂപയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2500 ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു UGC ഫെലോഷിപ്പ് അനുസരിച്ചുള്ള ഫെലോഷിപ്പ് തരണം. അങ്ങനെയാണ് അന്നത്തെ ഉത്തരവുണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് ബോധപൂർവ്വം തടഞ്ഞു വെക്കുകയായിരുന്നു. അവസാനം ഞങ്ങൾക്കത് അംഗീകരിച്ച് തന്നു. പക്ഷേ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവ് വളരെ കൃത്യമായിട്ടുണ്ടായിട്ടും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പം അതിന്നും അത് തുടർന്നു പോവുകയാണ്.
ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ളൊരു ഞാൻ ഈ വിഷയമാണ്. ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തു എന്നുള്ള വിഷയം പറയുമ്പോൾ അതെ ഒരുപക്ഷെ അത്ര ഒരു കാരണം ഉണ്ടായിരിക്കാം. അതെ അതെ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗ്രാൻഡ് മാത്രമാണ് അവരുടെ ആകെയുള്ളൊരു വരുമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പറഞ്ഞാൽ ഇപ്പം ഈ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹം പെയിൻറ്റ് തൊഴിലാളിയാണ്, നിതിൻ രാജിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ ഇടയിൽ വലിയ ഫണ്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടി വരും, വലിയ ക്രൈസിസാണ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ആകെയുള്ള റിലീഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്രാൻറ്റുകളാണ്, ഈ ഗ്രാൻഡാണ്. അത് വളരെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു വിധം നിന്ന് പോകാൻ പറ്റും. പക്ഷേ അത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ പട്ടികജാതി വികസന വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ അച്ഛൻ വളരെ വിഷമത്തോടു കൂടി ഇന്നലെ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഇങ്ങനെ വരാനായിരുന്നുവെങ്കിൽ, വെള്ള പുതച്ച് വരാനായിരുന്നുവെങ്കിൽ എനിക്ക് നിന്നെ പെയിൻറ്റിങ് പണിക്ക് കൊണ്ടുപോയാൽ പോരായിരുന്നു. ഈ പെയിൻറ്റിങ് പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്കും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലേക്കൊക്കെ വിദ്യാർത്ഥികൾ പോകുന്നു. പക്ഷേ അവരെ തിരിച്ച് ഒന്നുകിൽ ഡ്രോപ്പ് ഔട്ട്സായി അവർ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പണികൾക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇതുപോലെ മൃതശരീരങ്ങളായി വീട്ടിലേക്ക് വരുന്നു. ഇതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഗൗരവത്തിൽ നമ്മുടെ അക്കാദമിക് സമൂഹവും സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രശ്നം തന്നെയാണ്. അത് ഏറ്റവും വലിയൊരു വിഷയമാണ്, ഒരു ക്രൈസിസാണ്. ഇപ്പം ഈ ഗ്രാൻഡ് സമരം 4 വർഷമായി വിദ്യാർത്ഥികൾ ഈ ഗ്രാൻഡിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 വർഷമായി. ഇപ്പം 4 വർഷമായിട്ട് എന്തുകൊണ്ടാണ് പരിഹരിക്കാൻ കഴിയാത്തത്? ഗവൺമെൻറ് അടുത്ത് ഫണ്ടുണ്ട്, ശമ്പളം വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക്, മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം നടക്കുന്നില്ല എങ്കിൽ അത് വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻഡാണ്. മറ്റു വിഭാഗങ്ങൾക്ക് ഈ ഗ്രാൻഡ് ഉണ്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രമല്ല, മുന്നോക്കത്തിലെ പിന്നോക്കത്തിനുമാനെ ഗ്രാൻഡ് ലഭിക്കുന്നുണ്ട്. അവരെ ഗ്രാൻഡ് വളരെ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് മാത്രമാണ് ഡിലേ ആവുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് ഞാൻ പറയുന്നത് പോലെ ഈ പറയുന്ന പട്ടികജാതി വിദ്യാർത്ഥികളോടുള്ള ഒരു വിവേചനം തന്നെയാണ്, ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയ വിവേചനമാണ് ഇതിനകത്ത് പ്രധാന കാരണമായി വരുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ ഈ വിഷയം വളരെ കൃത്യമായിട്ട് പരിഹരിക്കാവുന്നതാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതിന് ശ്രമിക്കുന്നില്ല. അപ്പം 128 കോടി രൂപ അരിയറാണെന്ന് നിയമസഭയിൽ പറയേണ്ടി വരികയാണ് ഒരാൾക്ക്. ആ 128 കോടി രൂപ എടുത്തു കൊടുക്കാൻ ഈ ഇല്ലേ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇല്ലേ? ഒരു ഗവൺമെൻറ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലിയ തുകകൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിപ്പം ഈ ഗ്രാൻഡിൻ്റെ മാത്രം വിഷയമല്ല. ഒരു ക്യാമ്പസിനകത്ത് അധ്യാപക സമൂഹം വളരെ മോശപ്പെട്ട രീതിയിൽ ജാതീയമായ മുൻവിധിയോടുകൂടിയും ജാതീയമായ അധിക്ഷേപിക്കലിൻ്റെ സ്വരത്തിലുമൊക്കെ ഒരു വിദ്യാർത്ഥിയോട് പെരുമാറുന്നു. വളരെ ക്രിമിനലുകളെപ്പോലെ അവരോട് പെരുമാറുന്നു. ഇത്തരം ഒരു സംഭവമാണ് പഞ്ചരക്കണ്ടിയിൽ. ഇത് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. പക്ഷേ കേരളം പോലൊരു സ്ഥലത്ത് നമുക്കിതിനെ നിയന്ത്രിക്കാനോ തടയാനോ കഴിയുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോളേജ് മാനേജ്മെൻറ്റുകൾ മുതൽ ഗവൺമെൻറ് വരെ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്തേക്ക് പോകുന്ന ഒരു തരം നമ്മൾ പറയാവുന്ന തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു മർഡറായി തന്നെ ഇതിനെ പറയേണ്ടി വരും. അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരു സമൂഹം ഇത്തരത്തിൽ കുറ്റക്കാരാണ്. കാരണം സമൂഹത്തിലെ സംഘടനകളുണ്ട്, വിദ്യാർത്ഥികളുടെ സംഘടനകളുണ്ട്, പുറത്ത് യുവജന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ. ഇവർക്കൊന്നും ഇപ്പോൾ ഈ മരണം നടന്നതിന് ശേഷമാണ് ഇവരെല്ലാം പ്രതിഷേധമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കുന്നു, പക്ഷേ ഈ സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കരുതലോ എതിർപ്പുകളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയം. ഇപ്പം ഞങ്ങളൊക്കെ DSM ദളിത് സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടാക്കിയപ്പോൾ ആ സംഘടനയ്ക്കെതിരെ വളരെ രഹസ്യവുമായും പരസ്യവുമായിട്ട് രംഗത്ത് വന്ന് SFI ആണ്. അപ്പം എന്തിനാണ് ക്യാമ്പസിൽ ദളിത് സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ്, എന്തിനാണ് ജാതി പറഞ്ഞ് നിങ്ങൾ സംഘടിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഞങ്ങൾക്കെതിരെയൊക്കെ വലിയ മർമറിങ് ക്യാമ്പയിൻ ആ സമയത്ത് ക്യാമ്പസുകളിലൊക്കെ നടന്നിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ വിളിച്ചത് ജാതിവാദികൾ എന്നായിരുന്നു. DSM എന്ന് പറഞ്ഞാൽ അംബേദ്കറായിട്ട് രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയെ വിളിച്ചത് നിങ്ങൾ ജാതിവാദികളാണെന്നാണ്. വിദ്യാർത്ഥികളോട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പസിൽ അങ്ങനെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പം ദളിത് വിദ്യാർത്ഥികൾക്ക് സ്വയം പ്രതിനിധീകരിക്കാനുള്ള അവകാശമില്ല ഒരേ സമയത്ത്. എന്നാൽ വിദ്യാർത്ഥികളെ മൊത്തം ഈ എന്താ പറയുക
പ്രതിനിധീകരിക്കുന്ന സംഘടനകളുണ്ട്. വിപ്ലവ സംഘടന SFI ഉണ്ട്, KSU ഉണ്ട്. അപ്പോൾ അവരാരും ഈ വിഷയം അംഗീകരിക്കുകയുമില്ല. അല്ലെങ്കിൽ ഫെലോഷിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ, ക്യാമ്പസുകളിലെ ജാതി വിവേചനപരമായുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊന്നും അവർ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാനോ സമരം ചെയ്യാനോ ഒന്നും തയ്യാറല്ല. പക്ഷേ അവർ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജാതിവാദികളുടെ സംഘടന എന്ന് പറഞ്ഞിട്ട് അതിനെ അതിശയിക്കുകയും ചെയ്യും. അപ്പം അധ്യാപകരുടെ കാര്യത്തിലും ഒരു വിഭാഗം അധ്യാപകരും ഇത്തരം പുരോഗമന പക്ഷത്ത് നിന്ന് പുരോഗമനം എന്ന് പറയുന്ന ഒരു ജാതി വരേണ്യമായുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ ഇത്തരം സംഘടനകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന വിഷയം ഇത് തന്നെയാണ്. അതെ. അപ്പം ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ അതിനെ ഏറ്റെടുത്തോളാം. പക്ഷെ അവർ ചെയ്യില്ല. ഇതാണ് പ്രശ്നം. അപ്പം വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പ്രശ്നം ആ രീതിയിലാണ്. ഇപ്പം വിദ്യാർത്ഥി സംഘടനകൾ തന്നെ ആ വിഷയത്തിനകത്ത് വലിയ കുറ്റകരമായിട്ടുള്ള ഒരു ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പം ക്യാമ്പസുകൾ മൊത്തം ഈ ഒരു പാറ്റേണിലാണ് നിൽക്കുന്നത്. ആരെങ്കിലും അങ്ങനെ സംഘടിച്ചു കഴിഞ്ഞാൽ അവർ ജാതിവാദികളായിട്ട് സ്വയം മുദ്രകുത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പം എന്നാൽ ഈ പീഡനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഈ നിതിൻ രാജിൻ്റെ മരണമല്ല, ഇനിയും തീർച്ചയായിട്ടും ക്യാമ്പസുകളിൽ മരണം ഉണ്ടാവും, ഒരു സംശയവുമില്ല. കാരണം ക്യാമ്പസുകളുടെ അടിസ്ഥാനപരമായി ഈ പ്രശ്നം സർക്കാർ അംഗീകരിക്കുന്നില്ല എങ്കിൽ മരണം തുടർന്നു പോവും എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം ഈ രോഹിത് ആക്ട് നടപ്പാക്കുന്നതിനെതിരെ സവർണവാദികൾ രാജ്യവ്യാപകമായിട്ട് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി. അപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പം എന്താണ് ആ പ്രക്ഷോഭത്തിൻ്റെ കാര്യം? ആ പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വെക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഇത് ഇന്ത്യയാണ്, ഇവിടെ ജാതിയുണ്ട്, ജാതി വിവേചനം ഉണ്ടാവും എന്ന് തന്നെയാണ്. ജാതി വിവേചനം ഉണ്ടാവും, പക്ഷേ ഞങ്ങളെ തുറങ്കലിലടയ്ക്കുന്ന നിയമം വേണ്ട എന്നാണ് ഇവർ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ്. കാണിക്കാനുള്ള പ്രിവിലേജ് ഉണ്ടെന്നാണ്, അതുണ്ടാവുമെന്നാണ് അവർ സ്ഥാപിക്കുന്നത്. ഇപ്പം ഈ വിഷയത്തെ അങ്ങനെ ഇപ്പം IIT-കളിലും IIM-കളിലൊക്കെ നൂറ്റുകണക്കിന് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ നമുക്കറിയാം. ഇപ്പം മദ്രാസ് IIT-യിൽ കൊല്ലപ്പെട്ട ഫാത്തിമ ലത്തീഫ്, ഈ ഫാത്തിമ ലത്തീഫിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അപ്പം അവർ അതിനെ ഇപ്പം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ട്. അപ്പം ഫാത്തിമ അവിടെ ആത്മഹത്യ തടയാൻ വേണ്ടി അവരൊരു സ്ക്വാഡ് ഉണ്ടാക്കുകയും അവരൊരു അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്തു. അവിടുത്തെ ഇൻ്റലിജൻഷ്യ അവർ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വിങ്ങിലും ഇപ്പോൾ ഹോസ്റ്റലിലുള്ള സീലിംഗ് ഫാനിൻ്റെ ഹുക്ക് ഇടുന്ന കമ്പി ഉണ്ടല്ലോ, അത് 30 കിലോയ്ക്ക് മുകളിൽ ഭാരം വന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്ന രീതിയിലുള്ളൊരു സാധനം ആണ് അവരുണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് ഫാത്തിമ ആത്മഹത്യ ചെയ്യുന്ന സ്വാഭാവികമായിട്ടും അവരെ വിങ്ങിൽ മാത്രം ഇത് ഫിറ്റ് ചെയ്യില്ലായിരുന്നു, ആ ഒരു വിങ്ങിൽ മാത്രം പണി നടന്നിട്ടില്ല. അപ്പം അങ്ങനെയാണ് അവർ ആത്മഹത്യ ചെയ്തത്. അപ്പം ഇവരെ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത്? ഇത് സോഷ്യോളജിക്കലായിട്ടല്ല. ഇപ്പോൾ ജാതി വിവേചനം അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുന്ന ആ വിഷയത്തെ ശാസ്ത്രീയമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും അതിനെ പരിഹരിക്കാം എന്നുള്ളൊരു കാര്യത്തിലല്ല അവർ ചെയ്യുന്നത്. അവർ ടെക്നോളജിയിലൂടെ എങ്ങനെ ആത്മഹത്യ ചെയ്യുക, അവൻ്റെ നടു ഒടിഞ്ഞ് വീണം എന്നുള്ള രീതിയിലാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. സാഹചര്യത്തെ ഇല്ലാതാക്കാനല്ല. അല്ല അതല്ല. അപ്പോൾ അവൾ പറയുന്ന അവൾ ആത്മഹത്യ എൻ്റെ പേര് മുസ്ലിം എന്നുള്ളൊരു പേരായതുകൊണ്ടാണ്, രോഹിത് മേഖല പറഞ്ഞ എൻ്റെ ജന്മം തന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ പേര് മുസ്ലിം പേര് തന്നെയാണ് പ്രശ്നം എന്നാണ് അവൾ പറഞ്ഞത്. ഇവിടെ അവിടുത്തെ സോഷ്യൽ സയൻസ് അധ്യാപകനെതിരെ HOD-ക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഫാത്തിമ ലത്തീഫ് നേരത്തെ. അപ്പോൾ ഇവിടെ HOD-ക്കെതിരെ നിതിൻ രാജ് HOD-ക്കെതിരെ പരാതി കൊടുത്തതുപോലെ റാമിനെതിരെ പരാതി കൊടുത്തതുപോലെ ഫാത്തിമ ലത്തീഫ് അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി അംഗീകരിക്കപ്പെട്ടു. റാമിനെതിരെയുള്ള പരാതികൾ വിചിത്രമായ പരാതികളാണ്. ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ തല്ലിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ സഹപാഠികളെ കൊണ്ട് മറ്റുള്ളവരെ തല്ലിക്കുന്നു, താടി പിടിച്ച് കുട്ടികളുടെ താടി പിടിച്ച് ഉരയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്കൊരു ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ നടന്നിരുന്ന, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലും അതൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഒരു ക്യാമ്പസിൽ നടന്നിട്ടാണ് ഈ സംഭവത്തിൽ ഒരു മരണത്തിലേക്ക് ഇത് എത്തുന്നത്. ഇത് വല്ലാത്തൊരു ദാരുണമായൊരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ടൊരു സംഭവമായി നമുക്കിതിനെ കാണാൻ കഴിയില്ല. ഒരു രജനീഷ് ആനന്ദ് മുതൽ ഇപ്പോൾ നിതിൻ രാജ് വരെയുള്ള പല മരണങ്ങൾ, നേരത്തെ രവീന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകൾ പഠനം ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യങ്ങൾ, അവർ എൻജിനീയറിങ്ങിനും മെഡിസിനും അതുപോലെ തന്നെ റിസർച്ചിനുമൊക്കെ വന്നിട്ട് ഈ ദലിത് ആദിവാസി വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുമുള്ള മാർജിനലൈസ്ഡ് ആയ സെക്ഷനിൽ നിന്ന് വരുന്ന ആളുകൾ
അവരുടെ ജീവിതത്തെ മാറ്റി തീർക്കാൻ വേണ്ടിയാണ് അവർ ആ പഠനത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വളരെ വംശീയമായ തരത്തിലുള്ള ഒരു തരം ആക്രമണമാണ് ക്യാമ്പസുകളിൽ നടക്കുന്നത്, ക്യാമ്പസ് മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, ഗവൺമെൻറ് ഇത് നടപടി സ്വീകരിക്കാത്ത ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത് തീർച്ചയായും ഏതു തരത്തിൽ തടയാമെന്നുള്ളത് വളരെ ഗൗരവമായ അന്വേഷിക്കുകയും നടപടി സ്വീകരിക്കേണ്ടതുമായൊരു വിഷയമാണ് എന്ന് തോന്നുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി. ഓക്കെ.